എണീറ്റ് പോടി. രാവിലെ ഡാഡ റൂമിൽ വന്ന് നോക്കിയാ നിന്നെ കാണൂല. അതുകൊണ്ട് വേഗം അങ്ങോട്ട് ഓടിക്കോ. നീയല്ലേ സൽഗുണപുത്രി. എന്തായാലും എൻ്റെ കാര്യമൊന്നും ഇന്നലെ നടന്നില്ല. ഞാൻ എൻ്റെ അലബേബി ഒന്ന് കാണട്ടെ. അവിടുന്ന് എന്തേലും കിട്ടുമെന്ന് നോക്കട്ടെ. എവിടാ പെണ്ണേ നീ? നമ്മുടെ സ്ഥിരം പ്ലേസിലേക്ക് വാ. അപ്പു ഞാൻ അങ്ങോട്ട് വരുവാ. അപ്പു ഞാൻ നിന്നെ കണ്ടു. അപ്പു അപ്പു നീ ഇപ്പൊ ഭയങ്കര ബിസിയാണല്ലോ. അതിന്നലെ കുറച്ച് പരിപാടി ഉണ്ടായി, അതാ ഞാൻ. അല്ല, ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് മമ്മ എങ്ങനെ ഉണ്ടായി? രാത്രിയുള്ളിൽ കറക്കം നിർത്തിക്കോളാൻ പറഞ്ഞു. അല്ല, എന്താ ഇത്ര ബിസി? അതൊന്നുമില്ല. അല്ല, മമ്മ കണ്ടോ ഞാനാണെന്ന്? ഇല്ല, അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നേ ഇന്ന് ഞാൻ എണീറ്റ് നടക്കില്ല. എന്റെ കാല് തല്ലി ഒടിച്ചേനെ. അല്ല, പിന്നെ നീ അറിഞ്ഞോ? മേധയില്ലേ, അവളുടെ പുറകെ നടക്കുന്ന ആ സീനിയർ ചേട്ടനോട് ഓക്കെ പറഞ്ഞെന്നോ അവര് സെറ്റായെന്നോ ഒക്കെ പറയണ കേട്ടു. ആ ചേട്ടന്റെ ഒരു വിധി. ആര് എപ്പ പറഞ്ഞു? അപ്പൊ നീ അറിഞ്ഞില്ലേ? കോളേജ് മുഴുവൻ അറിഞ്ഞല്ലോ. ഞാനിപ്പോ വരാം. ഹലോ കുഞ്ഞാറ്റെ. അപ്പോ ഞാൻ കുറച്ച് ബിസിയാ, പിന്നെ വിളിക്കാവേ. എന്ത് ബിസി? അതൊക്കെയുണ്ട്, നീ വെക്ക്. ബൈ. ലിസ, മേധയെ കണ്ടോ? അവളാ സീനിയർ ചേട്ടന്റെ കൂടെ ഉണ്ടല്ലോ. എവിടെ? ഗ്രൗണ്ടില്. സീനിയർ കുഞ്ഞാറ്റെ. അപ്പു എന്താടാ? നീങ്ങ് വന്നേ. ഞാൻ നൈറ്റ് വിളിക്കാമേ. ബൈ, ലവ് യു. അവളുടെ കോപ്പിലൊരു ഐ ലവ് യു. കൈ വിടപ്പു, എനിക്ക് വേദനിക്കുന്നു. അപ്പു എന്താടാ? എന്താ, അവന് നീ ഇഷ്ടത്തിലാന്നൊക്കെ കേട്ടല്ലോ. പാവല്ലേന്ന് ഓർത്ത് ഞാനങ്ങ് ഓക്കെ പറഞ്ഞു. ആള് കൊള്ളാം, സൂപ്പറാ. നിനക്കെന്താ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ നിന്നെ മറ്റാർക്കും ഞാൻ കൊടുക്കത്തില്ലെന്ന്. ഫൈസാൻ, എന്താടാ? മെഹറിനായിട്ട് നിനക്കെന്താ? എനിക്ക് അവളിഷ്ടാണ്. ഇപ്പോ അവൾക്ക് എന്നെയും. നിന്നോട് പറയാനായിട്ടിരിക്കുവായിരുന്നു അവള്. നിനക്ക് ഞാൻ അവളെ തരൂലടാ. അവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ തന്നെ കിട്ടും. നീയും നിന്റെ മച്ചാവന്മാരും എന്നോട് കളിക്കാൻ എൻ്റെ പെണ്ണിനാണോടാ പുല്ല് ഇറക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലിരിപ്പൊക്കെ. അതിനല്ലേ ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ മേധ, എനിക്ക് അവളെ ശരിക്കും ഇഷ്ടം. നീ എന്ത് പറഞ്ഞാലും ഞാൻ അവളെ തന്നെ കിട്ടും. ഞാൻ അലയുടെ കാര്യമല്ല പറഞ്ഞത്, മേധയുടെ കാര്യം തന്നെയാ. നിർത്തിക്കോ എല്ലാം. അതാണ് നീയും നിന്റെ മറ്റവന്മാരുടെയും തടിക്ക് നല്ലത്. ഇല്ല, അവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ തന്നെ കിട്ടും. നീ എന്താന്ന് വെച്ചാ ചെയ്. എന്റെ ചെവി പോയല്ലോ. എന്താ കൊച്ചു കിടന്ന് കാരണേ? അപ്പു ഇന്ന് കോളേജിൽ എന്റെ ഫ്രണ്ടിനെ തല്ലി. ഇനി എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞു. അവൻ ഇത് തന്നെയാണോ അവിടെ പണി? എല്ലാരോടും വഴക്കിട്ട് നടക്കാൻ. അല്ല, എന്താ കാരണം? കാരണമൊന്നുമില്ലാണ്ട് അപ്പു പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ. എനിക്കറിയില്ല. എന്തായാലും ഞാൻ നാളെ ഹോസ്റ്റലിലേക്ക് പോവാ. ഞാനിവിടെ നിൽക്കുന്നില്ല. ഹോസ്റ്റലിൽ നിൽക്കുന്ന കാര്യം നീ ആലോചിക്കേണ്ട. അതിനാ സമ്മതിക്കില്ല. ഇത്ര സൗകര്യമുള്ള വീടുള്ളപ്പോ പിന്നെ എന്തിനാ ഹോസ്റ്റല്? ഞാൻ പോവും. ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവും. എന്തേലും ചെയ്യ. പോയ പിന്നെ എന്നെ വിളിച്ചോണ്ട് വന്നേക്കരുത്. ഇല്ല. ഇതുങ്ങളെ കൊണ്ട്. ഡാടാ. എന്താടാ? ഒരുത്തി ഇപ്പോ ചാടിത്തുള്ളി പോയതേ ഉള്ളൂ. അവള് വന്നോന്നറിയാൻ വേണ്ടി നോക്കിയതാ. തുറന്നോ, ലോക്കല്ല. അവളുടെ കോപ്പിലൊരു പ്രണയം. പുല്ലേ, അവന്മാരെന്നെ ഡൗൺ ആക്കാൻ വേണ്ടി മനഃപൂർവ്വം നിന്നെ ഇറക്കണതാ. സാരില്ല, ഞാനതങ്ങ് സഹിച്ചു. അതിന് എനിക്കെന്താ? അതിനെക്കുറിച്ച് പറയാനാണ് വന്നതെങ്കിൽ നീ പൊക്കോ. ഞാനത് ഓൾറെഡി തീരുമാനിച്ച കാര്യമാണ്. അപ്പോ നീ പോയേ, എനിക്ക് പഠിക്കാനുണ്ട്.
ഡി കോപ്പേ, എന്റെ കൺട്രോൾ പോയി കിടക്കുക. അപ്പു നീ പോ, ഞാൻ അത്ര നല്ല മൂഡിലല്ല. ഞാൻ നല്ല മുടി തന്നെയാണ്. അപ്പു നിന്നോട് മാറി നിൽക്കാനല്ലേ പറഞ്ഞ്? നിനക്ക് അവനോട് പ്രേമമാണല്ലേ? പ്രേമം ആ അതെ, അതിന് നിനക്കെന്താ? നിനക്ക് അലയെ പ്രേമിക്കാമെങ്കിൽ എനിക്കും പ്രേമിക്കാം. പിന്നെ എന്നെ ആരും ഭരിക്കാൻ വരണ്ട. ഞാൻ നാളെ തന്നെ ഹോസ്റ്റലിലേക്ക് പോകുക. വീട്ടിൽ നീ എന്താ ഡാഡാ? എടുക്കണ്ട. എന്താ? നീ പോയി, നൈറ്റ് ഞാൻ വിളിക്കാന്ന് പറഞ്ഞ. കുഞ്ഞാറ്റെ, നീ പഴയതുപോലെയാവ്. എനിക്ക് ഉറക്കം വരുന്നു. എൻ്റെ കൂടെ കിടക്ക്. ഇന്ന് നൈറ്റ് നമുക്ക് സംസാരിച്ചിരിക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് നീ ചെല്ലി, ഞാൻ അവനെ വിളിച്ചിട്ട് വരാം. അപ്പോഴേക്കും നീ കുളിച്ചിട്ട് വാ. വരുവോ? 10 മിനിറ്റ് അതിനുള്ളിൽ വരണം. ഞാൻ അവനെ വിളിച്ചിട്ട് വരാം. ഹലോ കുഞ്ഞാറ്റെ. അപ്പോൾ സീനിയർ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാവേ. ഓക്കെ, ബൈ, ലവ് യു. എന്താടാ മനുഷ്യൻ പേടിച്ചു പോയല്ലോ. 10 മിനിറ്റ് ഇതുവരെ ആയില്ലേ? ഞാൻ അറിഞ്ഞില്ല. അപ്പോ ഇന്ന് നീ ഒറ്റയ്ക്ക് കിടക്ക് ഇല്ലേ? അല്ലേ വിളിച്ച് സംസാരിക്കടാ പ്ലീസ്. എന്തായാലും നാളെ തൊട്ട് നീ ഒറ്റയ്ക്ക് കിടക്കണം. അതിപ്പോ തൊട്ടേ ശീലാക്കുന്നത് നല്ലതല്ലേ? കുഞ്ഞാച്ചേന്റെ കൺട്രോൾ പോയി കിടക്കുക. നീ ഇങ്ങ് വന്നേ. എന്ത് കഷ്ടായത്. ഇനി ഞാൻ വരാതിരുന്നിട്ട് എനിക്ക് ഉറക്കം വരാതിരിക്കണ്ട. വാ. എന്താ വരുന്നില്ലേ? വരുക, നടക്കങ്ങോട്ട്. എന്നെയൊക്കെ കെട്ടിക്കൊണ്ടു പോയാ നീ എന്ത് ചെയ്യും? കെട്ടാൻ വിട്ടിട്ട് വേണ്ടേ? നിന്റെ തണുപ്പുണ്ടെങ്കിലേ എനിക്ക് ഉറക്കം വരും. എന്റെ അപ്പു, അലയെ കെട്ടിക്കൊണ്ടുവന്നിട്ട് നീ എന്താ എന്റെ കൂടെ വന്ന് കിടക്കൂ? നാളെ തൊട്ട് ഞാൻ ശരിക്കും ഹോസ്റ്റലിലേക്ക് പോവാ. ഡാഡ് സമ്മതിച്ചു. വേണ്ട, നീ ഇവിടെ നിന്നാ മതി. അയ്യോ, അത് പറ്റില്ല. ഞാൻ പോകും. ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാരും കൂടി പ്ലാൻ ചെയ്തതാ. ഇനി ഞങ്ങൾ എല്ലാവരും അവിടെയാ. വേണ്ട, നീ പോണ്ട. നിനക്കറിയാലോ, നിന്റെ കൂടെ കിടന്നാല് എനിക്ക് ഉറക്കം വരുമെന്ന്. അതൊക്കെ നീ മാറ്റണം. എപ്പോഴും എനിക്ക് കൂടെ കിടക്കാൻ പറ്റില്ലല്ലോ. പറ്റും. ഞാൻ നിന്നെ കിട്ടിയാ പോരെ? അതൊന്നും നടക്കില്ല. നീ എന്റെ ചെറിയച്ഛനാ. അപ്പൊ എന്റെ ഡാഡിയെ പോലെയാണ്. അതേലോ, ഡാഡി തന്നെയാണല്ലോ. ഈ ഡാഡിയെ എനിക്ക് വേണ്ട. അതൊക്കെ സീന്. അവനെന്താടി എന്നേക്കാൾ കൂടുതലുള്ളത്? അതുണ്ടല്ലോ സീനിയറിന്റെ കിസ്. എന്റെ അപ്പു, ഞാനങ്ങ് പറന്നു പോകുന്ന പോലെ തോന്നി എനിക്ക്. ഓ, എന്റെ കിസ്സിനേക്കാൾ വലുതായിരുന്നോ? അതിന്റെ മുന്നിൽ നിന്റെ കിസ്സൊന്നും ഒന്നുമല്ല. ഇന്ന് നൈറ്റ് സെറ്റാക്കാന്ന് പറഞ്ഞ നീ എല്ലാം കൊളാക്കി. ഇന്ന് നൈറ്റ് എന്ത് സെറ്റാക്കാമെന്ന്? അല്ല, ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാലോ എന്ന്. സാരില്ല, ടൈമുണ്ടല്ലോ. എന്താടാ? എന്താണെന്നോ? നീ ഇപ്പോ എന്റെ കൈപ്പിടിയിൽ തന്നെയല്ലേ ഉള്ളത്. അത് ഓർമ്മ വേണം. ഇന്ന് കൂടല്ലേ. അത് കഴിഞ്ഞ് നിനക്ക് എന്നെ ഒന്ന് കാണാൻ കൂടെ കിട്ടില്ല മോനെ. പിന്നെ നിന്റെ ആഗ്രഹങ്ങളൊക്കെ അയാളുടെ അടുത്ത് തീർക്കേണ്ടി വരും. ഓ, അപ്പോ ഇന്ന് നമ്മുടെ ലാസ്റ്റ് നൈറ്റ് ആണല്ലേ? അതെ. അപ്പോ അത് നമുക്ക് ശരിക്കും ആസ്വദിക്കണ്ടേ? വേണ്ട, നീ കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ എന്റെ ചെക്കൻ്റെ അടുത്ത് ലോയലാണ്. ഇനിയുടെ ശരീരം അവന് മാത്രമുള്ളതാ. അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണല്ലോ. ആണല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞു കൈയെടുക്കാൻ. ഞാൻ പറഞ്ഞു ഇനി ഇതൊന്നും നടക്കില്ല എന്ന്. ഇതല്ലേ നമ്മുടെ ലാസ്റ്റ് നൈറ്റ്. അതൊന്ന് ആസ്വദിച്ച് നിർത്തിയാലോ എന്ന് ഒരാലോചന. അതുകൊണ്ടല്ലേ? വേണ്ട, എന്നും തൊട്ട് ഞാൻ അവനോട് ഇഷ്ടം പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ അവന്റെ മാത്രമാണ്. അപ്പോ ചുമ്മാ കളിക്കാൻ നിൽക്കാതെ കൈയെടുക്ക്. ഇല്ലേ ഇതുവരെ ഉള്ളത് മുഴുവൻ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കേ. ചുമ്മാ എന്നോട് കളിക്കാൻ നിൽക്കണ്ട. പഠിച്ചോനെ, എന്താടി പറഞ്ഞേ?
അവൻ്റെ മാത്രമാണെന്നോ? അപ്പു വേണ്ട, ഞാൻ പാവല്ലേ. ആണോ? പാവമാണോ നീ? വേണ്ട, പറയുന്ന കേൾക്ക്. വേണം. എന്റെ കിസിനേക്കാൾ അവന്റെ അല്ലേ നിനക്ക് ഫീലായത്? അപ്പു പറയുന്ന കേക്ക്. അവനെ കിസൊന്നും ചെയ്തിട്ടില്ല. അപ്പു കൈയെടുക്ക്. ഓ, നീ ചുമ്മാ പറഞ്ഞതാണോ? പിന്നെ എന്താ നീ പറഞ്ഞേ? ആ, നാളെ ഇവിടെ നിന്ന് പോകോ നീ? ഞാൻ കള്ളം പറഞ്ഞതാ. കൈയെടുക്ക. ഞാൻ സീനും തമ്മിൽ ഒന്നുമില്ല. കൈയെടുക്ക. ആണോ? പിന്നെ എന്തിനാ എന്റെ കൊച്ചിനോട് കള്ളം പറഞ്ഞത്? എന്തിനാണ് പറഞ്ഞത്? അത് ഞാൻ തമാശക്ക്. പ്ലീസ് കൈയെടുക്ക. വേദനിക്കുന്ന. തമാശക്ക് ചെയ്യാൻ ഞാൻ പൊട്ടനാണോടി? ഇനി ഇതുപോലെ ചെയ്യോ? ഇതുപോലെ പറ്റിക്കോ? തമാശക്ക് പറഞ്ഞതല്ല. തൊടാതിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഞാൻ തൊടുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? അല്ല, ഇങ്ങനെ തൊടുന്ന എനിക്ക് ഇഷ്ടമല്ല. നീ എന്റെ ഡാഡിയുടെ അനിയനാ. അവൻ എന്ത് സൈക്കോയാ. ആ അല ജസ്റ്റിന് രക്ഷപ്പെട്ടു. ഇനി ഇവൻ വല്ലതും ചെയ്തിട്ടാണോ ആ കൊച്ച് തീർന്നു പോയത്? അതുകൊണ്ടാണോ ഇനി ആ പോസ്റ്റ്മോർട്ടം വേണ്ടെന്നൊക്കെ പറഞ്ഞേ? അല്ല, നീ ബാക്കി കൂടെ വായിക്കുവല്ലേ? നീ ഓരോ ട്വിസ്റ്റ് ഇട്ട് പിള്ളേരെ കൺഫ്യൂഷൻ അടിപ്പിച്ച് വെക്കല്ലേ. ഒന്നാമതേ അവര് കൺഫ്യൂഷൻ അടിച്ചിരിക്കുക. ഐഷ്, ഞാനൊരു ആത്മകഥം പറഞ്ഞതാണ്. ഇനി ഇവൻ വല്ലതും ആണെങ്കിലോ പറയാൻ പറ്റൂല. ഇവനെയും നമുക്ക് സംശയിക്കാം. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര സ്ലോ ആണെന്നാണ് പുറമേ നിന്ന് കിട്ടിയ റിപ്പോർട്ട്സ്. സാരമില്ല, ഇപ്പോൾ നമുക്ക് കിട്ടിയ എവിഡൻസ് വെച്ചിട്ടല്ലേ നമ്മളൊരു കഥ ഉണ്ടാക്കിയത്. പോകെ ഇതിലും കൂടുതൽ എവിഡൻസ് നമ്മുടെ കൈകളിലെത്തും. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഈ കഥയെ നമുക്കൊന്ന് ക്രോഡീകരിച്ചെടുക്കാം. വാ, അവനവളെ കൊന്നോ നോക്കാം.